എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സംഖ്യകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാത്സുമായി ബന്ധപ്പെടുത്തിയിട്ട് കേരള PSC പരീക്ഷയിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി തുടക്കം കുറിച്ച മാത്സ് ഫോർ സക്സസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പോൾ അതിലെ കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് രണ്ടിനെ കൊണ്ട് ഒരു നമ്പർ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, 4 കൊണ്ട് ഒരു നമ്പർ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, 8 കൊണ്ട് എങ്ങനെയാണ് ഒരു ഡിവൈഡ് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടത്. ആ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ മാത്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ ലിങ്കുകളൊക്കെ ലഭ്യമാകുന്ന ഒരു ടെലഗ്രാം ചാനലും കൂടെ ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്ന മാത്സിൻ്റെ ക്ലാസ്സുകളുടെ ലിങ്കുകൾ അതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഓർഡറിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ചാനൽ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും PDF മെറ്റീരിയലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും അതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് സംഖ്യകളെന്ന് പറയുന്ന ടോപ്പിക്കിൽ 3, 6, 9 എന്നീ നമ്പറുകളുടെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 3മായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ചോദ്യം ഇതാണ്: 8, 4, 2, 6 ഹാഷ്. ഈ സംഖ്യയിൽ ഹാഷിൻ്റെ സ്ഥാനത്ത് ഏത് അക്കം ചേർത്താൽ അത് 3ൻ്റെ ഗുണിതമാണ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊരു അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് 3ൻ്റെ ഗുണിതമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക, ഇതിലുള്ള ഓരോ ഓപ്ഷൻ അവിടെ കൊടുത്തിട്ട് നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ കുറേ സമയം നമുക്ക് അവിടെ നഷ്ടപ്പെടും. എന്നാൽ 3ൻ്റെ ഗുണിതം നമുക്ക് ഈ പറയുന്ന ടിപ്പിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനും പറ്റും. തന്നിരിക്കുന്ന ഒരു നമ്പർ, ഉദാഹരണമായിട്ട് 2, 3, 4, 2, 1 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിരിക്കുന്നു. ഇത് 3ൻ്റെ ഗുണിതമാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ 5 കിട്ടും. 5ഉം 4ഉം കൂട്ടിയാൽ 9, 9 2ഉം കൂട്ടിയാൽ 11, 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ 12 എന്നാണ് കിട്ടുക. ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് 12 ആണ്. ഈ 12 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണോ? നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും 3ൻ്റെ ഗുണിതമാണ്. 4 × 3 ചെയ്താൽ 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ മൊത്തത്തിലുള്ള നമ്പറും എന്താണ്? 3ൻ്റെ ഗുണിതമാണെന്ന്. അതായത് തന്നിരിക്കുന്ന ഒരു വലിയ സംഖ്യ 3ൻ്റെ ഗുണിതമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിലുള്ള ഓരോ അക്കങ്ങളും എടുത്ത് കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന ആ നമ്പർ എന്തായിരിക്കും? 3ൻ്റെ ഗുണിതമായിട്ടുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ 3ൻ്റെ ഗുണിതമാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 8, 4, 2, 6 ഹാഷ് എന്നാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടിക്കഴിയുമ്പോൾ 8ഉം 4ഉം 12, 12ഉം 2ഉം 14, 16ഉം 6ഉം 20 എന്ന് കിട്ടി. ഇത് നമുക്ക് 3ൻ്റെ ഗുണിതമായിട്ട് മാറണമെങ്കിൽ നമുക്ക് ഈ ഒരു തുക എത്രാന്ന് കിട്ടണം? ഒന്നെങ്കിൽ 21 എന്ന് കിട്ടണം, അതല്ലെങ്കിൽ 24 എന്നും കിട്ടണം. കാരണം നമ്മുടെ ഓപ്ഷനിൽ 21 എന്ന് കിട്ടണം എങ്കിൽ 20നോട് എന്താണ് കൂട്ടേണ്ടത്? 1 കൂട്ടേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നോക്കേണ്ടതെന്നാണ് 20നോട് 4 കൂട്ടിയാൽ കിട്ടുന്ന 24 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഹാഷിൻ്റെ സ്ഥാനത്ത് 4 എന്ന് പറയുന്ന നമ്പർ ഓപ്ഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു നമ്പറിനെ കിട്ടുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഇവിടെ ഹാഷിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് എന്താണ്? 4 ആണ്. അതായത് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഞാനിവിടെ 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും 3ൻ്റെ ഗുണിതമല്ല നമുക്ക് ലഭിക്കുക. കാരണം 9 കൊടുത്താൽ 20 + 9 29, 2 കൊടുത്താൽ 20 + 2 22, 3 കൊടുത്താൽ 20 + 3 23. ഇതൊന്നും 3ൻ്റെ ഗുണിതങ്ങളല്ല. പിന്നെ ഉള്ളത് 20 + 4 24. നമുക്കറിയാം 8 × 3 24. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ 4 ആണ്. 4 എന്നതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 8, 4, 2, 6, 4 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ എന്താണ്? 3ൻ്റെ ഗുണിതമായിട്ട് വരുന്ന നമ്പറാണ്. അപ്പോൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് എങ്ങനെയാണ് 3ൻ്റെ ഗുണിതം ചെക്ക് ചെയ്യുക എന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ 3 പഠിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെക്കേണ്ടത് 6ഉം അതോടൊപ്പം തന്നെ 9ഉമാണ്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി 6ൻ്റെ ഗുണിതം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 6ൻ്റെ ഗുണിതം എന്ന് പറയുന്നത്
താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു സംഖ്യ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഘടകങ്ങളായിട്ടുള്ള 2 കൊണ്ടും 3 കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹരിക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 കൊണ്ട് ഒരു സംഖ്യ എങ്ങനെയാണ് ഹരിക്കാൻ പറ്റുക എന്ന് കണ്ടുപിടിക്കേണ്ട രീതി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 കൊണ്ട് എങ്ങനെയാണ് ഹരിക്കുക ഒരു സംഖ്യ എന്നും പഠിച്ചു. അപ്പോൾ 2 കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഹരിക്കുക എന്ന് പറഞ്ഞത്, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയിരിക്കണം. 3 കൊണ്ട് നമ്മളിപ്പോൾ പഠിച്ചു എങ്ങനെയാണ് എല്ലാ അക്കങ്ങളും, ആ സംഖ്യയിലെ എല്ലാ അക്കങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ 3 കൊണ്ട് ഹരിക്കാമെന്നും പഠിച്ചു. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, പാലിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ മൊത്തത്തിലുള്ള സംഖ്യ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരു നമ്പർ എടുക്കാം. നമ്മുടെ നമ്പർ 234214 എന്ന് പറയുന്ന നമ്പറാണ്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം, അവസാനത്തെ ഡിജിറ്റ് ഒരു ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ് എന്താണ്, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുകയാണ്. എല്ലാ അക്കങ്ങളും കൂട്ടുക. 3 2 5 9 11 12 16 എന്നാണ് വന്നിരിക്കുന്നത്. 16 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടി, പക്ഷേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിനെ 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇതിൽ രണ്ടും നമുക്ക് പാലിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതെന്നാണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ എല്ലാ നമ്പറിൻ്റെയും അവസാനം എന്താണ്? ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻ പരിശോധിച്ചാൽ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാ ഓപ്ഷനും എന്താണ്? പാലിക്കപ്പെട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഈ നാലാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 7 2 9 ആണ്, 9 4 13 ആണ്, 13 1 14 ആണ്, 14 2 16 ആണ്. ഇവിടെ നമുക്ക് സമ്മ് കിട്ടിയിരിക്കുന്നത് 16 എന്നാണ്. 16 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ഓപ്ഷനിലേക്ക് വരാം. മൂന്നാമത്തെ ഓപ്ഷൻ 3 2 5 5 5 10 10 8 18 8 എത്രയാണ്? 26 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സമ്മ് കിട്ടിയിരിക്കുന്ന 26 ആണ്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 8 2 10 10 1 11 11 3 14 14 6 20 ആണ്. 20 എന്ന് പറയുന്ന ഈ ഒരു സമ്മും 3ൻ്റെ ഗുണിതമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്തല്ല? 6ൻ്റെ ഗുണിതമല്ല. ഇനിയുള്ളത് ഒന്നാമത്തെ ഓപ്ഷനാണ്. 8 3 11 11 2 13 13 4 17 17 4 നമുക്കവിടെ 21 കിട്ടി. 21 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതമാണ്. 7 × 3 21. അപ്പോൾ ഇവിടെ ഓൾറെഡി അത് 2ൻ്റെ ഗുണിതമാണ്. 2ൻ്റെ ഗുണിതമാണെന്ന് എങ്ങനെ മനസ്സിലായി? അവസാനത്തെ ഡിജിറ്റ് ഇരട്ട സംഖ്യയാണ്. 3ൻ്റെ ഗുണിതമാണ്. എങ്ങനെയാണ്? സമ്മ 21 കിട്ടി, അത് 3ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 3 8 2 4 4 എന്ന് പറയുന്ന നമ്പറും 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പാലിക്കപ്പെട്ടതിനാൽ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന 3 8 2 4 4 എന്ന് പറയുന്ന നമ്പർ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ 6ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 9ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. അപ്പോൾ 3 പഠിച്ചാൽ 6 പഠിക്കും, 6നോടൊപ്പം തന്നെ 9ഉം പഠിക്കും. കാരണം ഇതെല്ലാം എന്താണ്? ഒരേപോലെ നിൽക്കുന്നതാണ്. 2ഉം 4ഉം 8ഉം നമ്മൾ ഒരുമിച്ച് പഠിച്ചു. കാരണം എന്താ? അത് ഒരേപോലെയാണ് നമ്മൾ ചെയ്തു പോയത്. അതേപോലെ 3ഉം 6ഉം 9ഉമാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. 9ൻ്റെ നമ്മൾ 3 പഠിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് 9ൻ്റെയും ഡിവിസിബിലിറ്റി. 9ൻ്റെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങൾ എടുത്തിട്ട് കൂട്ടുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന തുക 9ൻ്റെ ഗുണിതമാണെങ്കിൽ ചിലപ്പോൾ 9 ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു സംഖ്യ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഉദാഹരണമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. 2 4 3 2 1 3 4 5 ഒരു വലിയ നമ്പർ തരികയാണ്. ഇത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളിത് ഹരിച്ചു നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം നമുക്കവിടെ നഷ്ടപ്പെടും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും? 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ 6 കിട്ടും, 6ഉം 3ഉം കൂട്ടിയാൽ 9 കിട്ടും,
9ഉം 2ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. പിന്നെ 12, 15, 19, 24 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ 24 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണോ? അല്ല. 9ന് ഗുണിതമല്ലാത്തതിനാൽ തന്നെ ഈ മൊത്തത്തിലുള്ള സംഖ്യയും എന്തല്ല? 9ൻ്റെ ഗുണിതമല്ല, അല്ലെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഈ 5ൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറൊരു നമ്പർ തരാം. 2, 4, 7, 3, 1 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 4, 2, 6, 6ഉം 7ഉം നമുക്ക് എന്ത് കിട്ടി? 13. 13ഉം 3ഉം നമുക്കവിടെ 16. 16ഉം 1ഉം 17ആണ്. 17 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമല്ല. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ തരാമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ്? ടോട്ടൽ ഹരിച്ചപ്പോൾ നിങ്ങൾക്ക് അവിടെ 18 എന്ന് കിട്ടി. അതായത് ടോട്ടൽ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് അവിടെ 18 എന്ന് കിട്ടി. ഈ 18 എന്ന് പറയുന്നത് എന്താണ്? 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഈ മൊത്തത്തിലുള്ള നമ്പർ എന്താണ്? 9ൻ്റെ ഗുണിതമാണെന്ന് പറയാൻ പറ്റും. 2, 4, 7, 3, 1, 1 എന്ന് പറയുന്ന നമ്പർ 9ൻ്റെ ഗുണിതമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് ഇനി ചെക്ക് ചെയ്യേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ 4, 2, 9, 1, 9 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. അവിടെ 4 + 2 6ആണ്. 9 കൂട്ടിക്കഴിയുമ്പോൾ 15. 15നോട് 1 കൂട്ടിയാൽ 16. 16 + 9 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 25 എന്ന് കിട്ടും. 25 9ൻ്റെ ഗുണിതമല്ല. അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്തത് 2 + 2 4, 9 + 4 13, 13 + 2 15, 15 + 3 നമുക്ക് എന്ത് കിട്ടി? 18 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ 18 എന്താണ്? 9ൻ്റെ ഒരു ഗുണിതമാണ്. 9 × 2 18. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു നമ്പർ 9ൻ്റെ ഗുണിതമാണ്, അല്ലെങ്കിൽ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പറയാം. 2ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ഓപ്ഷനിലേക്ക് പോയി നോക്ക്. 3 + 7 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 + 4 14, 14 + 2 16 ആണ്. 16 + 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 23. 23 എന്തല്ല? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് 3, 7, 4, 2, 7 9ൻ്റെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പറാണ്. ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ 7, 5, 12, 12ഉം 9ഉം കൂട്ടി 21, 21ഉം 8ഉം കൂട്ടിയാൽ 29ആണ്. അപ്പോൾ അതും എന്തല്ല? 9ൻ്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നാലാമത്തെ ഓപ്ഷനും എന്താണ്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് വരേണ്ടത്? ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് 2ൻ്റെയും 3ൻ്റെയും 9ൻ്റെയും ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 2ൻ്റെയും 3ൻ്റെയും 9ൻ്റെയും ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? 3ൻ്റെയും 6ൻ്റെയും 9ൻ്റെയും ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഈ ഒരു രീതിയിലൂടെയാണ്, നമ്മൾ ഈ പറഞ്ഞ രീതിയിലൂടെയാണ് ചെക്ക് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനും ഉത്തരത്തിലേക്ക് സമയം ലാഭമാക്കിക്കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താനും പറ്റും ഈ ഒരു ടിപ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 പഠിച്ചു, 4 പഠിച്ചു, അതോടൊപ്പം തന്നെ 8ഉം പഠിച്ചു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 പഠിച്ചു, 6 പഠിച്ചു, 9ഉം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തായിട്ട് ഒന്ന് പഠിക്കാൻ പോകുന്നത് 5ൻ്റെ ഡിവിസിബിലിറ്റിയാണ്. ഈ ക്ലാസ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഒരു നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. 0 വെച്ചിട്ട് ഒരു നമ്പർ അവസാനിക്കുകയാണെങ്കിലോ 5 വെച്ചിട്ട് ഒരു നമ്പർ അവസാനിക്കുകയാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റും ആ ഒരു നമ്പർ എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അതിൻ്റെ അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. 0 ആണോ 5 ആണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഒറ്റയടിക്ക് നമുക്ക് പറയാം 4, 3, 2, 5 ആണ്. കാരണം ബാക്കിയുള്ള ഓപ്ഷനിൽ 4, 3, 2, 7 5 വെച്ചോ 0 വെച്ചോ അവസാനിക്കുന്നില്ല. 4, 3, 2, 8 5 വെച്ചോ 0 വെച്ചോ അവസാനിക്കുന്നില്ല. 4, 3, 2, 6 5 വെച്ചോ 0 വെച്ചോ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? 5 കൊണ്ടോ 0 വെച്ചോ അവസാനിക്കാത്തതുകൊണ്ട് 1, 2, 4 ഓപ്ഷൻ എന്തല്ല? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അവസാനിക്കുന്ന 5 വെച്ചാണ്. അപ്പോൾ അത് നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ്. ഇതേപോലെ തന്നെ 10ൻ്റെ ഗുണിതവും നമ്മൾ പ്രത്യേകം എടുത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം എന്തായിരിക്കണം? 0 ആയിരിക്കണമെന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഉദാഹരണമായിട്ട് 3, 1, 2, 5 3, 7, 3, 4 6, 7, 0 എന്ന് തന്നിട്ട് ഇത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. മറിച്ച് അവസാനത്തെ ഡിജിറ്റ് 0 ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പറയണം ഈ മൊത്തത്തിലുള്ള നമ്പർ എന്താണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്? 1 പഠിച്ചിട്ടുണ്ട്. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഏത് സംഖ്യയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ പഠിച്ചതാണ് 2, 4, 8 അതാണ് ഒരു സെറ്റായിട്ട് പഠിച്ചത്.
അതിനുശേഷം നമ്മൾ 3, 6, 9 ഒരു സെറ്റായിട്ട് പഠിച്ചു. അപ്പോൾ ആ ഒരു രീതി പഠിച്ചു വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ മറക്കത്തില്ല, എല്ലാം ഒരേപോലെയാണ് കടന്നു പോകുന്നത്. പിന്നെ 5ഉം 10ഉം പഠിച്ചു. 5ൻ്റെ കേസിലേക്ക് വന്നപ്പോൾ രണ്ടും അവസാനത്തെ ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 വരും. പിന്നെ 10ൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവസാനത്തെ ഡിജിറ്റ് 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ഈ 2 ക്ലാസ്സിലൂടെയായിട്ട് നമ്മൾ പഠിച്ചത്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 7ൻ്റെ ഡിവിസിബിലിറ്റി നമുക്കറിയണം, 11ൻ്റെ ഡിവിസിബിലിറ്റിയും നമുക്ക് അറിഞ്ഞിരിക്കും. പലപ്പോഴും PSC പരീക്ഷയിലൊക്കെ കടന്നു വരാറുള്ളതാണ് ഈ 11ൻ്റെ ഡിവിസിബിലിറ്റി ഒക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും തൊട്ടടുത്ത വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുക. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത ക്ലാസ്സുകളുടെ കൃത്യമായിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ PDF നോട്ട് അവൈലബിൾ ആണെങ്കിൽ അതും അതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.